വലിയൊരു സ്റ്റോറിയാണ് ഞങ്ങളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ. കാരണം കോവിഡിന്റെ പീക്ക് ടൈമിലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ. അപ്പൊ അവിടെ ട്രാപ്പായി പോയി. നിമിഷയുടെ പേരൻസ് എന്റെ പേരൻസ് ഇവിടെ ആയിരുന്നു. നിമിഷയുടെ പേരൻസ് ഞങ്ങളുടെ കല്യാണം നടത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം അതിനേരമാണ് ഈ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ലോക്ക്ഡൌൺ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞങ്ങള് അവിടെ വെച്ച് തന്നെ മീൻസ് കുറെ നാൾ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു 2 വർഷം വെയിറ്റ് ചെയ്തു. പിന്നെ അപ്പം പ്രേമം അതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് 2 വർഷം. അതുകൊണ്ട് അറേഞ്ച് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നവരോട് അറേഞ്ച് മാരേജ് ആണ്. കല്യാണത്തിന് പക്ഷെ ആ ഒരു പീരീഡിൽ ഞങ്ങൾക്ക് ഒത്തിരി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഏകദേശം ഒരു 3 ഇയേഴ്സോളം ഞങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് ഹാപ്പി ആയിട്ട് കെട്ടിയതാണ്. അതെ. അപ്പൊ ഈ കോവിഡ് വന്നപ്പോ നമ്മൾ ഓർത്ത് എപ്പം തീരും എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മുടെ പാരന്റ്സ് തന്നെ പറഞ്ഞു നിങ്ങൾ ഓസ്ട്രേലിയയിൽ തന്നെ കല്യാണം കഴിക്കുക, അതായിരിക്കും. കാരണം ആർക്കും നമുക്ക് വേൾഡ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണത്തിന് വലിയൊരു ഇത് പറഞ്ഞാല് ആദ്യമായിട്ട് ചരിത്രത്തില് വരൻ മാത്രം പോയി കല്യാണം അറ്റൻഡ് ചെയ്ത കല്യാണം ഞങ്ങളുടെ കല്യാണമായിരിക്കും. കാരണം ചെക്കന്റെ ഇവര് അന്നേരം ലൈവ് ഇട്ടു. ചെക്കന്റെ വീട്ടിൽ നിന്ന് ഞാൻ മാത്രം. അപ്പൊ ഞാൻ അവിടെ ഹോട്ടൽ റൂമിലാണ്. അപ്പം കാൻബറയിൽ വെച്ചായിരുന്നു കല്യാണം ഓസ്ട്രേലിയ. അപ്പൊ ഞങ്ങളവിടെ 14 days ക്വാറന്റൈൻ ചെയ്തു. കാൻബറ പോയിട്ട് അതിനുശേഷമാണ് കല്യാണം. അപ്പം ഈ പറയുന്ന പോലെ അതുപോലെ വെറൈറ്റി ആയിട്ട് അപ്പം തലേദിവസം പോയി നമ്മൾ തന്നെ പോയി ഹെയർ ഒക്കെ സെറ്റ് ചെയ്ത് കല്യാണത്തിന് അന്ന് രാവിലെ കോട്ട് സൂട്ടൊക്കെ ഇട്ട് തന്നെ നമ്മൾ നല്ല കണ്ണീന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകുവാണ്. ഭയങ്കര കുറെ നേരം കരഞ്ഞു കേട്ടോ, ഒത്തിരി നേരം കരഞ്ഞു. പിന്നെ നമ്മൾ തന്നെ ഒന്ന് ആലോചിക്കും, നമ്മുടെ സ്വന്തം കല്യാണത്തിൽ നമ്മൾ മാത്രം മുടിയൊക്കെ ചീകി ഡ്രസ് ചെയ്ത് പോവാന്ന് പറയുന്നത്. അതുപോലെ ഒറ്റയ്ക്ക് പോയി കല്യാണം കഴിച്ചു. പക്ഷെ ദൈവാധീനം കൊണ്ട് എല്ലാം നന്നായിട്ട് പിന്നീടായാലും. അമ്മ ഇതെങ്ങനെയാ ശരിക്കും ഫേസ് ചെയ്തത്? കാരണം 2ാമത്തെ മകന്റെ കല്യാണമാണ്, ആരും ഫാമിലി ഇല്ല, ഓസ്ട്രേലിയയിൽ തനിച്ച് ഒരു കൊറോണ കാലഘട്ടത്തിൽ കല്യാണം നടക്കുന്നത്. അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. 2ാമത്തെ മകനാണെങ്കിലും ആദ്യം കല്യാണം കഴിക്കണം ഇവനാ. നമുക്ക് കാരണവന്മാർക്ക് എപ്പോഴും ഒരു സങ്കല്പമുണ്ട്, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം, എൻ്റെ മോൻ്റെ കല്യാണം അങ്ങനെ വേണം, എനിക്ക് നമുക്ക് അങ്ങനെ ചെയ്യണം, ഇന്നത് ഇടണം, അങ്ങനെ നമ്മൾ ഒത്തിരി ആദ്യത്തെ കല്യാണം കൂടി. രണ്ടാമത് മൂത്ത മോൻ 2ാമതാണ് കിട്ടിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. പിന്നെ അന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ, അതല്ലാതെ നമുക്ക് പറ്റുള്ളൂ. 2ാമത് കിട്ടിയെന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ വരും. ആദ്യം നടന്നത് ഇവന്റെ കല്യാണമാണ്. അത് കഴിഞ്ഞാണ് 1 വർഷം കഴിഞ്ഞാണ് മൂത്ത. അത് അമേരിക്ക വെച്ച് തന്നെയായിരുന്നു. ഞാൻ നിമിഷനെ നേരിട്ട് കാണുന്നത് നിമിഷയും കൊച്ചുമായിട്ട് വരുമ്പോഴാണ്. ഞങ്ങളെല്ലാവരും അതായത് ഇവര് നിമിഷനെ പരിചയപ്പെടുന്നത് കയ്യിലൊരു കൊച്ചായിട്ടാണ്. അങ്ങനെയാണ്. അമ്മ ഇതാണ് എന്റെ മോള്, ഇതാണ് എന്റെ ഭാര്യ. പരിചയപ്പെടുന്നത് അങ്ങനെയാണ്. എന്നെ സംബന്ധിച്ച് കാൻബറയിൽ ചേച്ചിയും ഫാമിലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. ഞാനാണ് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ല, പിന്നെ എന്റെ അങ്കിളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ലക്കി ആയിരുന്നു ആ കാര്യത്തിൽ. പപ്പയും മമ്മിയും ഇല്ല എന്നുള്ളൊരു പ്രത്യേക ഒരു ഭയങ്കര സങ്കടമാണ്. പക്ഷെ എങ്കിലും അവരുണ്ടായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ. പക്ഷെ ഇച്ചാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വന്ന് അത് കല്യാണം കഴിച്ചത്.